ട്രെൻഡിങ് ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് പപ്പടം ഒന്ന് വാട്ടി വയ്ക്കണം. അപ്പം നമുക്ക് ഈ വറ്റൽമുളകൊന്ന് ചുട്ടെടുക്കാം. കറുത്തൊരു ഷെയ്ഡിൽ വരണ്ട, അത്യാവശ്യം ഒന്ന് വാട്ടി കരിയിച്ചെടുക്കണ്ട, ഇതുപോലെ. അടുത്തത് ചൂടായി വന്ന എണ്ണയിലേക്ക് ചെറിയുള്ളി ഇട്ടെടുക്കാം. ഞാനിവിടെ 7 പീസാണ് ഇട്ടെടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളറാവട്ടെ കേട്ടോ. കുറച്ച് കരിവേപ്പില, മിക്സി ജാറിലേക്ക് കരിവേപ്പില, നമ്മുടെ വറ്റൽമുളക്, ചെറിയുള്ളി. അപ്പം നമുക്ക് ഉപ്പ് ഇട്ടെടുക്കാം. അപ്പം നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ജീരകം ഇടാം. ഞങ്ങളിവിടെ ജീരകം ഇട്ടിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കാം. നമുക്കിതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വഴറ്റി വെച്ച പപ്പടം ഇട്ടെടുക്കാം. ഞാൻ ചെറിയ പീസാക്കി ഇട്ടായിരുന്നു വഴറ്റിയെടുത്തത്. നമുക്കിത് ഒന്നും കൂടിയും മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചാണ് ചോറ് കഴിക്കാറുള്ളൂ. ഇന്ന് ഈ പപ്പട ചമ്മന്തി ഉള്ളതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് ചോറ് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.